എല്ലാവർക്കും ഞാൻ ഒരു വട്ടം കൂടെ സ്വാഗതം അർപ്പിക്കുന്നു. കുട്ടികൾക്ക് എന്തുകൊണ്ട് കോക്ലിയർ ഇംപ്ലാന്റ് നമ്മൾ ചൂസ് ചെയ്യണം? കോക്ലിയർ ഇംപ്ലാന്റ് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട്? നമ്മൾ എന്തുകൊണ്ട് കേൾവിക്കുറവിനെ വളരെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കരുതണം എന്നുള്ള വിവരങ്ങൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ എക്സ്പീരിയൻസസ് ഞാൻ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഒരു ഫാമിലി എൻ്റെ അടുത്ത് വരികയും ഒരു അച്ഛൻ അമ്മ മോളുമായിട്ട് വരികയും അച്ഛൻ അമ്മയും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ കുട്ടി വിളിച്ചാലൊന്നും തിരിച്ചു നോക്കില്ല, അല്ലെങ്കിൽ അത്ര ഉറക്കെ വിളിച്ചാൽ മാത്രമേ തിരിഞ്ഞു നോക്കുള്ളൂ, സംസാരിക്കുന്നില്ല, സംസാരിച്ചത് തുടങ്ങിയിട്ട് ശബ്ദങ്ങൾ മാത്രം, എന്തെങ്കിലും വേണമെങ്കിൽ കരയുക മാത്രം ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ എന്താ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് ആദ്യമായിട്ട് നമുക്ക് കേൾവി പരിശോധന നമുക്ക് പൂർണ്ണമായിട്ട് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ശരി. അപ്പം ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് കേൾവി പരിശോധന ചെയ്യുകയും അവർക്ക് വേണ്ടിയുള്ള വിവരങ്ങൾ ഞാൻ അവരെ വിളിച്ച് സംസാരിക്കാൻ ഇരുന്നപ്പോഴാണ് ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ മോൾക്ക് 100% അധികം കേൾവി കുറവുണ്ട്, ഒരു ശ്രവണ വൈകല്യം തന്നെയുണ്ട് ഞാൻ പറയുകയും ചെയ്തു. അപ്പം അവർ ചോദിച്ച പല ചോദ്യങ്ങളിലെ എനിക്ക് ഏറ്റവും എന്റെ ശ്രദ്ധ ആകർഷിച്ച ഒരു ചോദ്യമാണ്, ഞങ്ങൾ ഒറ്റയ്ക്കാണല്ലോ, ഞങ്ങളെ സഹായിക്കാൻ ആരുണ്ട്? അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് ആരും നിങ്ങളോട് പറഞ്ഞു? നിങ്ങൾ എന്തിനാ അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് എന്തിനും നിങ്ങൾ ചിന്തിക്കുന്നു? നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ഒരു വലിയൊരു ടീമുണ്ട്. ഓഡിയോളജിയുടെ ഒരു ടീമുണ്ട്, ENT സർജൻസിന്റെ ഒരു ടീമുണ്ട്, ഓഡിയോ വെർബൽ തെറപ്പിസ്റ്റിന്റെ ഒരു ടീം. ഇത്രയും വലിയൊരു ടീം നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ മാത്രമല്ല, ഈ ലോകത്തിൽ മറ്റനേകം ഈ ശ്രവണ വൈകല്യ കുട്ടികൾ ഉള്ളപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഒപ്പം ഉണ്ട്, നിങ്ങളെ മോളുടെ ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങളുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഞങ്ങൾ പ്രോമിസ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ വേറൊരു കാര്യമാണ്, ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് നടത്തിയ പഠനം അനുസരിച്ച് ഈ ലോകത്തിൽ 3 കോടിയുടെ അടുത്ത് കുട്ടികൾക്ക് ശ്രവണ വൈകല്യമുണ്ട്. അപ്പൊ 3.5 കോടി കുട്ടികൾക്ക് ശ്രവണ വൈകല്യം ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ഇത്രയും കുട്ടികളുണ്ട്, നിങ്ങളുടെ കൂടെ ഇത്രയും ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എപ്പം എനിക്ക് ഇൻഫർമേഷൻ തരാനുള്ള ആളുകൾ, അവരുടെ എക്സ്പീരിയൻസ് പറയാനുള്ള ആളുകൾ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ചുറ്റുപാട് തന്നെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ശ്രവണ വൈകല്യം, അപ്പം ഏതൊരു പേരൻസ് ആഗ്രഹിക്കുന്ന അവിടെ കുട്ടി നോർമൽ ആയിരിക്കണം, അവിടെ കൂടെ സമയം പങ്കുവെക്കാൻ ആഗ്രഹിക്കണം എന്ന് നമ്മളെല്ലാം പേരൻസ് ആഗ്രഹിക്കും. ഞാനൊരു അച്ഛനായിട്ടില്ല ഇതുവരെ. പക്ഷേ നമ്മുടെ പേരൻസ് ആവുന്ന മുമ്പ് തന്നെ നമ്മളെല്ലാ രീതിയിൽ ആ കുട്ടീനെ സ്വീകരിക്കാൻ, ഈ ലോകത്തിലൂടെ സ്വീകരിക്കാൻ വേണ്ടി നമ്മളെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യും. വളരെ നേരത്തെ തന്നെ അവർക്ക് വേണ്ടി നമ്മളെല്ലാം കാര്യങ്ങൾ ചെയ്യും. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പേരൻസിനെ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളാണ് ആ കുട്ടിയായിട്ട് അവരെ കൈ പിടിച്ച് അവരെ നടത്തുകയും അവരുടെ പഠന കാര്യങ്ങൾക്ക് അവരെ കൂടെ ഇരുന്ന് അവരെ പഠിപ്പിച്ച് അവരെ ഉന്നത വിജയം നേടാൻ സഹായിക്കുകയും പിന്നീട് അവരുടെ മനസ്സുകൾ വളരുകയും ചെയ്യുന്ന രീതിയിൽ അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പ്രകൃതിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ അവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും അവരുടെ സ്വപ്നങ്ങൾ കാണാൻ, അവർക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ ഒരു നല്ല രീതിയിൽ ഫ്രീഡം കൊടുക്കുകയും അതുകൂടാണ്ട് അവര് സമപ്രായക്കാരായിട്ട് കളിക്കുകയും അവരുടെ ഓരോ കളികളിലൂടെ അവരുടെ ഭാഷ വളർച്ച, അവരുടെ സാമൂഹിക രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ പഠിക്കുകയും അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ കഴിവുകൾ ഈ ലോകത്തിൽ കാണിക്കുകയും ചെയ്യണം. അവരുടെ നല്ല നല്ല കോളേജിൽ, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു കോളേജിൽ പോയി അഡ്മിഷൻ കൊടുക്കുകയും പിന്നീട് അവരെ വിവാഹം കഴിച്ച് അവരെ വിടുകയും ചെയ്യുന്നവരെ നമ്മളെല്ലാം മിക്കതും പേരൻസ് കാണുന്ന ഒരു സിമിലർ ആയിട്ടുള്ള സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കും. ബെസ്റ്റ്, അതെ. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, എൻ്റെ കുട്ടിക്ക് ഏറ്റവും ബെസ്റ്റ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടണം, എൻ്റെ കുട്ടിക്ക് ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് പഠിപ്പിക്കണം, എൻ്റെ കുട്ടിക്ക് ഏറ്റവും ബെസ്റ്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടണം. അതിനുവേണ്ടി ഞാനും എൻ്റെ കുട്ടിയുമായിട്ട് ഇരുന്ന് അതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. അതെ. അപ്പൊ ഈ ബെസ്റ്റ് എന്താ സംഭവം? ബെസ്റ്റ് നമുക്ക് അതിന്റെ ഒരു ഫുൾ ഫോം കാണാം. ബെസ്റ്റ്, ബോത്ത് ഇയേഴ്സ്, 2 ചെവികൾ. ഏർലി ഇന്റർവെൻഷൻ,
കേൾവി വളർച്ചയ്ക്ക് വേണ്ടി, സംസാര വളർച്ചയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഭാഷ വളർച്ചയ്ക്ക് വേണ്ടി നേരത്തെ നടത്തുന്ന ഇടപെടൽ. പിന്നെ സമർത്ഥവും നൂതനവുമായ ചികിത്സാ സമ്പ്രദായം. അതെ, അപ്പൊ സ്മാർട്ട് ടെക്നോളജി തെറപ്പി, ഇതാണ് ഞങ്ങളുടെ ഭാഷയിൽ ബെസ്റ്റ് ഞങ്ങൾ കാണുന്നത്. അപ്പം രണ്ട് ചെവികൾ ഭാഷ വളർച്ചയ്ക്ക് വേണ്ടി, സംസാരത്തിന് വേണ്ടി നേരത്തെ നടത്തുന്ന ഇടപെടൽ, സമർത്ഥവും നൂതനവുമായ ചികിത്സാ സമ്പ്രദായം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്നൊന്നായിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമേ രണ്ട് ചെവികൾ. നമുക്ക് എന്തിനാ രണ്ട് ചെവികൾ വേണ്ടേ? നമുക്ക് എന്തിനാ രണ്ട് കൈകൾ? നമുക്ക് എന്തിനാ രണ്ട് കാലുകൾ? നമ്മൾ ഈ ഒരു ചോദ്യം നമ്മൾ എല്ലാവരുമായിട്ട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കോമൺ ആയിട്ട് കുറെ ഉത്തരങ്ങളുണ്ട്. ഇതിന് വേണ്ടിയാണ് രണ്ട് കൈകളുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റും, മൾട്ടി ടാസ്കിങ് ചെയ്യാൻ വേണ്ടി രണ്ട് കൈകൾ വേണം. അപ്പം രണ്ട് ചെവികൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ കേൾക്കാൻ വേണ്ടിയിട്ടെന്ന് പറയും. പക്ഷെ നമ്മൾ എങ്ങനെ കേൾക്കുന്നു എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മള് നമ്മുടെ തല ഒരു വൃത്തമായിട്ട് സങ്കല്പിക്കുക. ഒരു വൃത്തത്തിന്റെ ഒരു ഡിഗ്രി ആംഗിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 360 ഡിഗ്രീസ് ഒരു വൃത്തത്തിന്റെ ഒരു ആംഗിൾ. അപ്പോ നമുക്ക് ഈ 360 ഡിഗ്രീസിനകത്ത് 180 ഡിഗ്രി ഇടത്തെ സൈഡിന് സൗണ്ട് വരും, 180 ഡിഗ്രി വലത്തെ സൈഡിന് സൗണ്ട്. അപ്പൊ 180 പ്ലസ് 180 360 ഡിഗ്രിയോ. അപ്പോ ഞാൻ ഇതിനകത്ത് ഒരു ചെറിയൊരു ഉദാഹരണം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ സിനിമ തിയേറ്ററിൽ പോകുമ്പോൾ എപ്പോഴും നമ്മൾ അടുത്ത സിനിമ തിയേറ്ററിൽ പോകുമ്പോൾ പുറത്തൊരു ബോർഡിനകത്ത് വലിയൊരു അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് കാണാം, ഡോൾബി അറ്റ്മോസ് തിയേറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ഡോൾബി സറൗണ്ട് സിസ്റ്റം ആണ്. ഈ ഡോൾബി സറൗണ്ട് സിസ്റ്റം എന്താണ്? ഫ്രണ്ടിനും ബാക്കിനും സൈഡിനും ഒക്കെ നമുക്ക് ശബ്ദങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് ഈ ഡോൾബി അറ്റ്മോസ് അറേഞ്ച്മെന്റ്. അപ്പോ അതേപോലെ തന്നെ നമ്മുടെ രണ്ട് ചെവികളിനകത്ത് ഇടത്ത് സൈഡിനും വലത്ത് സൈഡിനും വന്ന ശബ്ദങ്ങളെല്ലാം നമ്മുടെ കേൾവി സംബന്ധമായ ഞരമ്പുകൾ ആ ശബ്ദങ്ങൾ എടുത്ത് തലച്ചോറായിട്ട് ശേഖരിച്ചിട്ടാണ് നമ്മുടെ ശബ്ദങ്ങൾ, നമ്മൾ ഏത് സൗണ്ടാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ സംസാരത്തിന് ഈ ഒരു കാര്യം നമ്മുടെ കുട്ടികളുടെ വളർച്ചയ്ക്ക്, ഭാഷ വളർച്ചയ്ക്ക് വളരെ പ്രധാനം. നമുക്ക് രണ്ട് സൈഡിലെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ചുറ്റുമുള്ളവരുടെ പ്രകൃതിയുടെ ശബ്ദങ്ങൾ, അല്ലെങ്കിൽ ചുറ്റുമുള്ളതുമായിട്ട് ഒരു ശബ്ദങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. നമ്മുടെ ഫാനിന്റെ ശബ്ദങ്ങൾ, AC ശബ്ദങ്ങൾ, പുറത്ത് ഏതെങ്കിലും കെട്ടിടം പണിയുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോഴും അതിന്റെ ഇടയിലൂടെ തന്നെ നമുക്ക് നമ്മുടെ അടുത്തിരിക്കുന്ന ആളുടെ സംസാരിക്കാൻ നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. അതാണ് നമ്മുടെ രണ്ട് ചെവികളുടെ നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത്. അടുത്തത് ഏർലി ഇന്റർവെൻഷൻ, നേരത്തെ നടത്തുന്ന ഇടപെടൽ, അതായത് ഏർലി ഇന്റർവെൻഷൻ. നമ്മുടെ ഏതൊരു കാര്യത്തിലായാലും, ഏതൊരു രോഗകാര്യങ്ങളായാലും നമ്മളെപ്പോഴും നമ്മുടെ ഡോക്ടേഴ്സ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് എത്രയും നേരത്തെ കൊണ്ടുവന്നാൽ അത്രയും പെട്ടെന്ന് നമുക്ക് ചികിത്സ ലഭിച്ച് അതിനായിട്ട് പോസിറ്റീവായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങൾ കിട്ടുന്നു. എപ്പോഴും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, അല്ലേ? അപ്പോൾ ഈ കേൾവി കുറവാകുമ്പോൾ, അല്ലെങ്കിൽ ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് അതേപോലെ സ്ട്രാറ്റജിയാണ് എല്ലാ ഡോക്ടേഴ്സും. നിങ്ങൾ ഈ ലോകത്തെ ഏത് ഡോക്ടേഴ്സിനെ പോയി കണ്ടാലും അവർ പറയുന്നു, നിങ്ങൾ എത്രയും നേരത്തെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് തന്നെ അവർക്കുള്ള കഴിവുകൾ, അവരുടെ ഉള്ള സ്വപ്നങ്ങൾ, നിങ്ങളുടെ മകൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മകന്റെ സ്വപ്നങ്ങൾ എത്രയും നേരത്തെ തന്നെ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഏർലി ഇന്റർവെൻഷൻ. പിന്നെ അടുത്തത് സമർത്ഥവും നൂതനവുമായ ചികിത്സാ സമ്പ്രദായം. സമർത്ഥവും നൂതനമായ ചികിത്സാ സമ്പ്രദായം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കേൾവി സംബന്ധമായിട്ട് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ബെസ്റ്റ് സ്കൂൾ, ബെസ്റ്റ് കോളേജ്, ബെസ്റ്റ് ടീച്ചേഴ്സ് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ബെസ്റ്റ് ആയിട്ട് ശ്രവണ സഹായം നമുക്ക് വേണം, അല്ലേ? അപ്പം ബെസ്റ്റ് ശ്രവണ സഹായം പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് എല്ലാം പേരൻസ്, അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്ത് വരുന്ന പേരൻസ് എപ്പോഴും പറയും, അപ്പൊ ഞാൻ ആ കമ്പനിയെ കുറിച്ച് വായിച്ചല്ലോ, അല്ലെങ്കിൽ ഞാൻ ഈ കമ്പനിയെ കുറിച്ച് വായിച്ചു, അത് അവിടെ നല്ലതാണ്, ഇവിടെ നല്ലതാണ്. അപ്പൊ നമ്മൾ മാക്സിമം നമ്മൾ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഞങ്ങൾ എപ്പോഴും പറയും, എല്ലാവരും, ഞങ്ങൾ ഈ ടീമിലിരിക്കുന്ന എല്ലാവരും മാക്സിമം റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും ബെസ്റ്റ് ചികിത്സാ സമ്പ്രദായം, ഏറ്റവും ബെസ്റ്റ് ശ്രവണ സഹായം ഏതാണ്, അത് മാത്രമാണ് നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുന്നത്. കാരണം അവരുടെ ജീവിത അവസാനം വരെ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് ശ്രവണ സഹായം, അവസാനത്തെ തെറപ്പി. അപ്പം ഞാൻ ഈ തെറപ്പിയിലൂടെ എനിക്കൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ വേറെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു അമ്മയും രണ്ട് കുട്ടികളും വരുമായിരുന്നു തെറപ്പിക്ക് വേണ്ടി. അപ്പം അവരുടെ തെറപ്പി സെഷൻ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ പറയും, ഞാൻ വളരെ പാവപ്പെട്ട വീട്ടിൽ നിന്നാണ് വരുന്നത്, പല വീട്ടിൽ ജോലി ചെയ്താണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്നത്.
അപ്പം അവർ പറഞ്ഞു ഞാൻ ആഴ്ചയിൽ 2 ദിവസം മാത്രം വരുന്നുള്ളൂ. പക്ഷേ അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് എന്റെ ശ്രദ്ധ എപ്പോഴും ആകർഷിച്ചത്. അതായത് അവർ തെറപ്പി സെഷനിൽ തെറപ്പിസ്റ്റിന്റെ കൂടെ ഇരുന്ന് തെറപ്പിസ്റ്റ് എന്തൊക്കെ പഠനങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതികൾ എല്ലാം കൃത്യമായിട്ട് അവർ പഠിച്ചെടുക്കുകയും വീട്ടിൽ ചെന്ന് അവർ കുട്ടികളുമായിട്ട് അത് അതേ രീതിയിൽ ആ കുട്ടികളായിട്ട് പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വരുവായിരുന്നു. അപ്പോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ ഈയിടെ എന്റെ കൂട്ടുകാരായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു തനിക്കറിയാവോ ആ 2 കുട്ടികൾ ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് കോളേജിൽ അവർക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ നോർമൽ ആയ കുട്ടികൾക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. ഇല്ല, ശ്രവണ സഹായം ഉപയോഗിച്ച ആ 2 കുട്ടികൾക്കും ഒരു കുട്ടിക്ക് ടോപ്പ് മോസ്റ്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും മറ്റു കുട്ടിക്ക് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നല്ല ഉയർന്ന ശമ്പളമുള്ള ജോലി കിട്ടുകയും ചെയ്തു. അപ്പോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ബെസ്റ്റ് ആയിട്ട് നമ്മുടെ ശ്രവണത്തെ സഹായിക്കും. എത്രയും നേരത്തെ അവർക്ക് വേണ്ടിയ ചികിത്സാ രീതികൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വളരെ വളരെ വലിയൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. നന്ദി.